യുവേശാക്ഷ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. നിങ്ങൾ ഏവരുടെയും ആശീർവാദ അനുഗ്രഹത്തോടെ ഞങ്ങൾ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. അതൊരു പള്ളിയുടെ മഞ്ഞനാഥമല്ലേ? അത് ആ ദേവാലയത്തിൽ നിന്നല്ലേ? അവിടെ എന്തൊരു ചടങ്ങ് നടക്കുന്നുവെന്ന് തോന്നുന്നു. ശരിയൊരു ആൾക്കൂട്ടം. നമുക്ക് അങ്ങോട്ട് പോകാം. അതെ, അതൊരു സന്യാസിനിയുടെ ശവസംസ്കാര ചടങ്ങാണ്. മാലാഖയെ പോലെ കിടക്കുന്ന ഒരു സന്യാസിനി. ആരാണ് ആ സന്യാസിനി? നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് നക്ഷത്രം. കഥയല്ല, ജീവചരിത്രമാണ്. ഇത് നടന്നത് മറ്റെങ്ങുമല്ല, ദൈവത്തിന്റെ സ്വന്തം നാടായ മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുറത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കേരളം എന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുറത്ത് മലയാളം എന്നൊരു നാടുണ്ട്, അതിൽ കുടമാളം എന്നൊരു ഗ്രാമമുണ്ട്. ആ മനോഹര ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് മുട്ടത്ത് പാടം. ആ കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 19 ഒരു ഓമന പുത്രി പിറന്നു വീണു. അവളുടെ പേരാണ് അന്നക്കുട്ടി. മുറ്റത്ത് പാടത്ത് മുട്ടാണ് നീ, ഓമന പുത്രിയ അന്നമോളെ. ആഹ്ലാദ ചിത്തനായിട്ടുകാരും സന്തോഷത്തിരതല്ലി നാട്ടുകാരും. എന്നാൽ ആ സന്തോഷം 7 നാൾ നിലനിന്നില്ല. അന്നക്കുട്ടിക്ക് 3 മാസമായപ്പോൾ അവളുടെ സ്നേഹവിദ്യയായ അമ്മ ലോകത്തോട് എന്നേക്കുമായി പറഞ്ഞു. ആ കുടുംബത്തിന്റെ ദുഃഖം കണ്ടറിഞ്ഞ് അവളുടെ പേരമ്മ അക്കായി കുഞ്ഞുമായി മുത്തച്ചിറയിൽ മുരുക്കൻ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. പേരമ്മയുടെ സ്നേഹദാനങ്ങൾ ഏറ്റുവാങ്ങി ഒരു പൂമ്പാറ്റയെ പോലെ അവൾ വളർന്നു. കുടമാളൂരിൽ ജനനം, മുറ്റത്ത് പാടത്ത് ഭവനം, പിഞ്ചിലയമ്മ മരിച്ചതിനാലെ മുരുകൻ പേരമ്മ വളർത്തി. പിഞ്ചിലയമ്മ മരിച്ചതിനാലെ മുരുകൻ പേരമ്മ വളർത്തി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നക്കുട്ടിക്ക് 5 വയസ്സായി. പള്ളിക്കൂടത്തിൽ ചേർന്ന പ്രായം. അന്നക്കുട്ടിയെ അപ്പം തിരികെ കൊണ്ടുവന്നു പള്ളിക്കൂടത്തിൽ ചേർത്തു. പഠിക്കുന്ന കാലം. ആ ചുവന്ന പട്ടുപാവാട അണിഞ്ഞ ലക്ഷ്മിക്കുട്ടി അന്നക്കുട്ടിയുടെ ഒറ്റ സ്വത്തായി. കൂട്ടുകാരൻ ഒന്നിച്ച് അവൾ ആടിപ്പാടി വളർന്നു. അവൾക്കെന്നും പ്രിയങ്കളി ആയിരുന്ന അവളുടെ വെല്ലുമച്ചി, വാത്സല്യനിരയായ ആ വെല്ലുമച്ചി അവൾക്ക് പാട്ടും പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുത്തു. എപ്പോഴും പ്രാർത്ഥിക്കണം, സമയമാകും. എപ്പോഴും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആരോടും ദേഷ്യപ്പെടരുത്, പാവങ്ങളെ നിന്ദിക്കരുത്. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ പോലെയാകണം. ആരാണ് ഈ കൊച്ചു ത്രേസ്യ? ആ കൊച്ചു മനസ്സിന് കൗതുകമായി. അങ്ങനെ കൊച്ചു ത്രേസ്യയെ പോലാകാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു. അവൾ പ്രാർത്ഥിച്ചു. ഈശോയേ സ്നേഹനിധേ ദാസരിതാ വന്നരുളിൽ ആശിസ്സുകൾ അഖിലവും നീ ദീക്ഷിടുവാൻ കനിയണമേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശുദ്ധ കൊച്ചു ത്രേസ്യ അവൾക്ക് പ്രത്യാശപ്പെട്ടു. അവൾക്ക് അവളെ തന്നെ വിശ്വസിക്കുവാനായില്ല. അവൾ ആ പുണ്യവതിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ പുണ്യവതി അവളോട് പറഞ്ഞു, ഈശോയ്ക്ക് അന്നക്കുട്ടിയെ ഒത്തിരി ഇഷ്ടമാണ്. അന്നക്കുട്ടിയുടെ കന്യാസ്ത്രീയാകണം. ഈശോയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ജീവിക്കണം. അവൾ ആ സന്തോഷ വാർത്ത അറിയിക്കണം. വെല്ലുമച്ചിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഇത് കേട്ട വെല്ലുമച്ചി അവളുടെ ഇരുകൈയിൽ തന്നോടിക്കൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, ഈശോ
അവളും കൂട്ടി മുട്ടച്ചിലേക്ക് യാത്രയായി. അവിടെ അന്നക്കുട്ടിക്ക് വിവാഹ ആലോചനകൾ തകൃതിയായി നടക്കുകയാണ്. പട്ടും പണവും ഒരുക്കി വെച്ചു, പൊന്നും മണിയും കൊടുത്തയച്ചു, വീടും കുടുംബവും നോക്കി വെച്ചു, മേഘാലന്മാരെ കരഞ്ഞയച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും അന്നക്കുട്ടിയുടെ മനസ്സ് മാറിയില്ല. അവൾ പേരമ്മയോട് ചേർന്നാപേക്ഷിച്ചു, എനിക്ക് വിവാഹം വേണ്ട. എന്നാൽ പേരമ്മ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. ഞാൻ നിന്നെ പണുക്കി വളർത്തിയതല്ലേ, എങ്കിൽ എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കും. ഒരു ഞെട്ടലോടെയാണ് എന്നെ കുട്ടിയത് കേട്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ വിഷമിച്ചു. തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടാലെങ്കിലും തന്റെ വിവാഹം മാറുമെന്ന് അവൾ ആലോചിച്ചു. അവളൊന്നും ആലോചിച്ചില്ല. തന്റെ കാൽപാദം പകുതിക്കെത്തിയെറിയ ചാരിത്രയ്ക്ക് ആലോചിച്ചു. കുറച്ച് വേദന സഹിച്ചാലും എന്റെ യേശുവിനൊത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കണം. ഇതിലും എത്രയോ വലിയ വേദനയാണ് യേശുനാഥൻ എനിക്ക് വേണ്ടി കാൽവേദിയിൽ അനുഭവിച്ചത്. ആ വേദനയിൽ അവൾ പാടി. ഏഴുതിരിയിട്ട വിരൽ കാണും ഹൃദയം, എന്നെ തീരാത്ത വിരൽ കാണും ഹൃദയം, ഏത് നേരവും കാത്തിരിപ്പൂ യേശുവേ നിൻ വരവേൽപ്പിനായി, യേശുവേ നിൻ വരവേൽപ്പിനായി. ഒടുവിൽ അന്നക്കുട്ടിയുടെ ആഗ്രഹം സഫലമായി. അവർ പ്രാരംഭത്തിലേക്ക് യാത്രയായി. അങ്ങനെ 1930 മെയ് മാസം 19 തീയതി അന്നക്കുട്ടിയുടെ ശിവകല്ല അഭിലാഷം പൂർത്തിയായ ദിവസം. ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി സഭാവസ്ത്രം സ്വീകരിച്ചു. അങ്ങനെ അന്നക്കുട്ടി സിസ്റ്റർ അൽഫോൻസായി. അപ്പോൾ ഗായക സംഘം ഏറ്റുപാടി. അവരോടൊപ്പം നമുക്ക് പാടാം. കണ്ടീശാ ആരാഹ, കണ്ടീശാ ഐസാന, കണ്ടീശാ ലാമായോസ എസരാഹം ആലമീൻ. സഭാവസ്ത്രം സ്വീകരിച്ചിട്ട് 3-ാം ദിവസം സിസ്റ്റർ അൽഫോൻസ വാഗക്കാട് സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായി. വളരെ സ്നേഹത്തോടും ക്ഷമയോടും കൂടെ ഒരു പെരുമാറ്റം സിസ്റ്റർ അൽഫോൻസ ഈ കുട്ടികൾക്ക് പ്രിയങ്കാരിയാകുന്നു. ഒരിക്കൽ ക്ലാസ്സിൽ മുമ്പിലിരുന്ന ഒരു കുസൃതിക്കുട്ടൻ അൽഫോൻസമ്മയോട് പറഞ്ഞു, ടീച്ചർ വളരെ സുന്ദരിയാണ്. ഇത് കേട്ട് അൽഫോൻസമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മനുഷ്യൻ നോക്കുന്നത് ബാഹ്യ സൗന്ദര്യത്തിലാണ്, എന്നാൽ ദൈവം നോക്കുന്നത് ഹൃദയ സൗന്ദര്യമാണ്. അൽഫോൻസമ്മ തന്റെ ഇഷ്ടപ്പെട്ട പാട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ മറന്നില്ല. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം ഉരുകി അവൾ പാടി. പരിത്രാണനാം ഈശോ പോരുക, മമ മാനസപ്പൂവാടിൽ പോരുക, ദിവ്യസ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക, സുരദീപ്തി ചിന്തി എന്നും വാഴുക. സന്യാസം പഠിക്കുകയും യാത്രയും പഠനവും സിസ്റ്റർ അൽഫോൻസായ ശീലം. രക്തസ്രാവവും അതികഠിനമായ ശീലം അൽഫോൻസായെ ഓപ്പറേഷന് വിധേയമാക്കി. ക്ഷീണവും അതികഠിനമായ വേദനയുള്ളപ്പോഴും അൽഫോൻസ ഇങ്ങനെ പറഞ്ഞു, കുരിശിൽ കിടന്ന ഈശോയ്ക്ക് കൈയും കാലും മെയ്യും ഒന്നനക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒരു കിടക്കയോ തലയിലോ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ പരിപാലിക്കുവാൻ ഒരുപാട് പേരുണ്ട്. യേശുനാഥൻ സംഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ എന്റെ വേദന എത്ര നിസ്സാരമാവുന്നു. ദിവസങ്ങൾ കടന്നുപോയി. 1946 ജൂലൈ 28 തീയതി അൽഫോൻസമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് ആ ദേവാലയത്തിലേക്ക് തിരിച്ചു പോകാം.
ദിവ്യാത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അതാ ശ്രദ്ധിക്കൂ, ബഹുമാനപ്പെട്ട റോമാനൂസ് അച്ഛനും വടക്കിലച്ഛനും അല്ലേ ആ വരുന്നത്. റോമാനൂസ് അച്ഛൻ ചരമപ്രസംഗം പറഞ്ഞു. അങ്ങനെ അൽഫോൻസാമയുടെ ആദ്യ ഗുരുവായിരുന്ന റോമാനൂസ് അച്ഛന്റെ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. 2008 ഒക്ടോബർ മാസം 12-ാം തീയതി ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ അങ്ങനെ വെള്ളി നക്ഷത്രമായി പ്രശോഭിക്കും. ഭാരതത്തിലെ മാത്രമല്ല, ലോകത്തിലെ മുഴുവനും വെള്ളി നക്ഷത്രമാണ് വിശുദ്ധ അൽഫോൻസ. ലോക ജനതയോടൊപ്പം നമുക്ക് അൽഫോൻസാമയോട് പഠിക്കാം. കുടമാലൂരിൽ തകർത്ത വല്ലരിയേ, മുത്തുച്ചിരിയിൽ വളർന്ന പൂമൊട്ടേ, ആരവണത്തിൽ വിരഞ്ഞ മരമലരേ, പൂമുഖമാകി നിറഞ്ഞ ശബ്ദം. കുടമാലൂരിൽ തകർത്ത വല്ലരിയേ, മുത്തുച്ചിരിയിൽ വളർന്ന പൂമൊട്ടേ, താരമടത്തിൽ വിരിഞ്ഞ നറുമലരേ, ഭൂമുഖമാകി നിറഞ്ഞ സുഗന്ധം. വിശുദ്ധനാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാതനകൾ വിനിറയണമേ. വിശുദ്ധനാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാതനകൾ വിനിറയണമേ. നമ്മുടെ മനസ്സിൽ അൽഫോൻസാമ ഇന്നും ജീവിക്കുന്നു. തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് തങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നു.